നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് 1965 പുറത്തിറങ്ങിയ സിനിമയാണ്. ഒരു ഗാനമാണ്. ശകുന്തള എന്നാണ് സിനിമയുടെ പേര്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, അപ്പോൾ അതിനു മുമ്പുള്ള പാട്ടാണ്. അപ്പോൾ ഈ ഗാനത്തിൻ്റെ രചന വയലാർ രാമവർമ്മ, ഇതിൻ്റെ സംഗീതം ജി ദേവരാജനാണ്. പിന്നെ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബിലഹരി എന്ന് പറയുന്ന രാഗമാണ്. ബിലഹരി നമുക്കറിയാം, ശങ്കരാഭരണജന്യമായ ഒരു രാഗമാണ് ബിലഹരി. മോഹനത്തിൻ്റെ ആരോഹണവും ശങ്കരാഭരണത്തിൻ്റെ അവരോഹണവും, അതായത് ഔഡവ സമ്പൂർണ്ണ രാഗമാണ് ബിലഹരി എന്ന് പറയുന്നത്. കർണാടക സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഒരു സ്വരജതി പഠിക്കുന്നുണ്ടല്ലോ, അതായത് അങ്ങനൊരു സ്വരജതി നമുക്ക് പഠിക്കാനുണ്ട്. സ്വരജതികളിൽ നമുക്ക് ബിലഹരിയുണ്ട്, പിന്നെ എന്താണ് കമാസ് ഉണ്ട്, പിന്നെ വന്നിട്ട് ആനന്ദഭൈരവി പഠിക്കാനുണ്ട്. അപ്പോൾ ആ ബിലഹരിയിൽ പെടുന്ന രാഗത്തിലുള്ള ഒരു പാട്ടാണ് ഞാനിന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഒന്ന് നോക്കാം. സൻസനിത ഗമകത്തോടെ വായിക്കണം. പ്രിയതമാ ഗപദനി സനിധനിധപ പ്രിയതമാ പാപനിധ വഗ പാപനിധ പ്രിയതമാ പ്രിയതമാ. രണ്ടും കൂടെ വായിച്ചു നോക്കാം. പ്രണയലേഖനം ഗപബ രിഗഗ പ്രണയലേഖനം ഗപബ രിഗഗ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരിക നിരിക
ഈ മന്ത്രസ്ഥായില്ലേ നീ രി ഗ പ നി കു മാ രി ഗ നി രി ഗ നി രി ഗ പ ഗ ഗ ദ പ പ എന്നാണ്. അപ്പോൾ ഈ നീയുടെ ടച്ചൂടെ കൊടുത്തിട്ട് ഗമകത്തിൽ വായിക്കാമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും. ഞാനൊരു മകരി അവിടെ ഒരു ഗമകം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗമകരിലി ഞാനൊരു മുനിക്കു മാരികയല്ലേ ഞാനൊരു ഗമകരിനി നിരിക ഗപ്പ ഗപ്പ ഗമകരിനി മുനിക്കു മാരികയല്ലേ നിരിക പാഗ ഗപ്പ ഗപ്പ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികു മാരികയല്ലേ നല്ല വളരെ മനോഹരമായ ഒരു ഗാനമാണിത്. ഇതിൻ്റെ അനുപല്ലവി ചരണമൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട്. ചമതമുറിക്കും കൈവിരലാൽ ഞാൻ പ്രണയലേഖനമെങ്ങനെ എഴുതും പ്രണവും ചൊല്ലും ചുണ്ടുകളാൽ ഞാൻ എന്നൊക്കെ പാടുമ്പം അത് എത്ര മനോഹരമായ ഇതാണ്. എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പാടിയത്, ശരിയാണെന്ന് അറിയില്ല. എങ്കിലും നല്ല ഒരു ഗാനമാണ്, ആരെയും ആകർഷിക്കുന്ന ഗാനമാണ്. പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം രമത്തൂർ സുരേഷ് സരിക.